ചങ്ങാതിമാരെ നല്ല കിടിലോസ്കി ഒരു ബീഫ് ഫ്രൈ അങ്ങ് തകർത്താൽ എൻ്റെ ചങ്ങാതിമാരെ അത് നല്ല ഇളം തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട് പച്ചമുളക് രണ്ടായിട്ട് കീറിയിട്ട് ആ വിറകടുപ്പിലങ്ങ് വേവിച്ചെടുക്കുന്ന ബീഫ് ഫ്രൈ കണ്ട് കഴിഞ്ഞാൽ മണം വന്ന ചങ്ങാതി കൊതി പറക്കില്ല ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ ഒന്നും നോക്കില്ല, ഒരു 2 കിലോ നല്ല പോത്തിറച്ചി കിട്ടിയപ്പോഴേക്ക് ഇവനങ്ങ് എടുത്ത് ഇവനങ്ങ് കഴുകി വൃത്തിയാക്കി. ആ വൃത്തിയാക്കുന്ന സമയത്ത് നമ്മുടെ ചാനലായ ഷെഫ് നിബുദ് ആൽക്കമിസ്റ്റ് ചാനൽ ഫോളോ ചെയ്യാത്തതുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ, ലൈക്ക് ചെയ്യാത്തതുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, കമൻറ്റുകൾ വാരി വിതറാൻ, കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാൻ മറക്കല്ലേ. കാരണം എല്ലാവർക്കും ഉപകാരപ്പെടുന്ന റെസിപ്പിയാണ്. അതുപോലെ തന്നെ കിടക്കാച്ച് ടേസ്റ്റോട്ട് ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ ഇവനെ നല്ലോണം 2-3 പ്രാവശ്യം വെള്ളം ഒഴിച്ച് നല്ലോണം കഴുകണം കേട്ടോ, ആ വെള്ളമയം മാറുന്നവരെ. എന്നിട്ട് ശേഷം ഇത് ആ വിറകെടുപ്പ് കത്തിക്കുന്ന സെറ്റ് കേട്ടോ. അത് ഇച്ചിരി മെനക്കേടാണ്. ആദ്യം തന്നെ ഇതുപോലെ നല്ല ഉണങ്ങിയ വിറകെടുത്ത് വെക്കുക. അതിനുശേഷം പേപ്പർ വെച്ച് ലേശം മണ്ണയൊക്കെ ഒഴിച്ച് ഈ അടുപ്പും കത്തിക്കുക കേട്ടോ. അവനൊന്ന് കത്തി ഈ ഒരു പരുവത്തിനും പാകത്തിനൊക്കെ വരുന്ന സമയമാകുമ്പോഴേക്ക് നമ്മുടെ ഉരുളിയിലേക്ക് ചതച്ച വെളുത്തുള്ളി, അതായത് തൊലിയോടുകൂടി ചതച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഇഞ്ചി ചതച്ചായാലും അത് കുനുകുന അരിഞ്ഞായാലും ഒരു കുഴപ്പമില്ല, എടുത്തൊരു മറിക്കുക. അതുപോലെ ചുമന്നുള്ളി ചെറുതായി ചുമന്നുള്ളി 2 കീറിയോ 3 കീറിയാലും കുഴപ്പമില്ല. അതുപോലെ സവോള നീളത്തിൽ അരിഞ്ഞും കൂടെ എടുത്തൊരു മറിച്ച ശേഷം ലേശം കരിവേപ്പില ഇതിൻ്റെ മുകളിലേക്ക് വാരി വിതറുക എൻ്റെ ചങ്ങാതിമാരെ. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട ശേഷം മസാലയായ കാശ്മീരി ചില്ലി ആട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുക, ലേശം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക, ലേശം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. ഇത് 3 കൂടെ ഇട്ട ശേഷം വെളിച്ചെണ്ണ, നല്ല കട്ട വെളിച്ചെണ്ണ അതും കൂടെ ഇട്ട ശേഷം ഇവനെ ഇതുപോലെ അങ്ങ് മസാലയൊക്കെ അങ്ങ് തേച്ച് പിടിപ്പിച്ച് ഒരു 10 മിനിറ്റ് അങ്ങ് വെച്ചേക്കുക. ആ വെക്കുന്ന സമയത്ത് നല്ല കിടക്കാച്ച് ഹോം മെയ്ഡ് അച്ചാറുകളുണ്ട് നമ്മുടെ കയ്യിൽ. ബീഫ്, ചിക്കൻ, കേരമീൻ, ചെമ്മീൻ, മാങ്ങ, നാരങ്ങ, ഈന്തപ്പഴം, ഉണക്കസ്രാവച്ചാറ്, മത്തി അച്ചാറ്, ബീഫ് ഇടിച്ച് വേണ്ടവരുത് നമ്മുടെ വാട്സാപ്പ് നമ്പർ താഴെ കിടപ്പുണ്ട്, പേജ് കിടപ്പുണ്ട്. ആയിരുന്നൊരു മെസ്സേജ് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിൽ കുറച്ച് ഏറ്റുമാനോ കോട്ടയത്തുള്ളവർക്ക് ഡയറക്റ്റ് വന്ന് മേടിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ തീയൊക്കെ ഒന്ന് സെറ്റായിരിക്കുമ്പോഴേക്ക് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് ബീഫ് എടുത്തത് ഇതിൻ്റെ മുകളിലേക്ക് എടുത്ത് വെക്കുക. നല്ല പരുവത്തിന് വെച്ച ശേഷം അടച്ച് വെക്കുക. അടച്ച് വെച്ചൊരു 20 മിനിറ്റ് അങ്ങ് അവനങ്ങ് വേവാനൊരു സമയം കൊടുക്കുക. വിറകടുപ്പിൽ ഏകദേശം ഈ ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ ഈ ഒരു പരുവത്തിന് കിട്ടും. അതായത് ബീഫിലുണ്ടായിരുന്ന വെള്ളമൊക്കെ വെളിയിലേക്ക് ഇറങ്ങി ബീഫ് ഏകദേശം എനിക്കൊന്ന് 60% വെന്ത് സെറ്റായിരിക്കും കേട്ടോ. അപ്പോഴേക്ക് വെന്ത് സെറ്റായിരിക്കുമ്പോഴേക്കും അവനൊന്ന് ഇളക്കിയും കൊടുക്കുക. ആ ഇളക്കുമ്പോൾ തന്നെ ഒരു സ്മെല്ല് വരാൻ കൊണ്ടുപോകും. എൻ്റെ ചങ്ങാതി ഒരു രക്ഷയില്ലായിട്ട് കിളി പറക്കും കേട്ടോ. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മൂടി വെച്ചേക്കാം. മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം നോക്കുമ്പോഴേക്കും വെള്ളമൊക്കെ ഒന്ന് വറ്റി ഈ ഒരു പരുവത്തിനാവും. ഈ ഒരു പരുവത്തിനായി കഴിഞ്ഞാണ് ഇനി അടുത്ത മെയിൻ കലാപരിപാടി. തീ ഒന്ന് ലേശം ഒന്ന് കൂട്ടി പാകത്തിനാക്കി വെച്ച ശേഷം ഇവനെ അങ്ങ് റോസ്റ്റ് ചെയ്യുക എൻ്റെ ചങ്ങാതി. അവനങ്ങ് റോസ്റ്റ് ചെയ്ത് ഡ്രൈ ആക്കി എടുക്കുക. ആ വെള്ളമയൊക്കെ മാറി ഈ ഒരു പരുവത്തിനും പാകത്തിനൊക്കെ ആയി എടുക്കുക. ഈ പരുവത്തിനും പാകത്തിനും വരുമ്പോൾ തന്നെ കൊതി വരും കേട്ടോ എൻ്റെ ചങ്ങാതി, ഒരു രക്ഷയില്ല. അപ്പം തന്നെ നമ്മൾ 1-2 പീസ് എടുത്ത് ഇതിൻ്റെ അകത്തുനിന്ന് ഇതുപോലെ എടുത്ത് കഴിച്ചു പോകും കേട്ടോ. സംഭവം എങ്ങനെ ഉണ്ടോയെന്ന് കേട്ടോ. പുള്ളി എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് കേട്ടോ. എന്നിട്ട് ഇവനെ ഇങ്ങനെ മൂപ്പിച്ച് അപ്പോഴേക്ക് തീ ഒന്ന് ലൈറ്റായിട്ടൊന്ന് കുറഞ്ഞ് വരും കേട്ടോ. ആ കുറഞ്ഞ് വരുന്ന സമയമാകുമ്പോഴേക്ക് ലേശം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക. കാരണം അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ലേശം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച ശേഷം ഇവനെ ഒന്നും കൂടെ ഇതുപോലെ അങ്ങ് മൂപ്പിക്കുക. വിറകടുപ്പിലാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട സമയം തീ കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കും. നമ്മൾ ഗ്യാസ് അടുപ്പിൽ ചെയ്യുന്ന പോലെ അതൊന്ന് ബാലൻസ് ചെയ്യാമെന്ന് പഠിച്ചിരിക്കണം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ മൂപ്പിക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ല എൻ്റെ ചങ്ങാതി. ഇത് കാണുമ്പോൾ തന്നെ കൊതിയാവുന്നില്ല നിങ്ങൾക്ക്. പിന്നെ മൂപ്പിക്കുന്ന കാര്യം പറയണോ. അവൻ ഏകദേശം ഈ ഒരു കളറും പാകത്തിനായി വരുമ്പോൾ നല്ല ഇളം തേങ്ങാക്കൊത്തുണ്ടെങ്കിൽ അവനെടുത്തൊരു മറിച്ച ശേഷം അവനെ അങ്ങ് മിക്സ് ചെയ്യുക. ആ തേങ്ങാക്കൊത്ത് ആ ബീഫിലേക്ക് അങ്ങ് ഇളകി മറിയുമ്പോഴേക്കും എൻ്റെ ചങ്ങാതി ഒരു രക്ഷയില്ലല്ലേ. എനിക്ക് തന്നെ കണ്ടിട്ട് കൊതി വന്ന രക്ഷ. അപ്പോൾ പിന്നെ നിങ്ങളുടെ കാര്യം പറയേണ്ട കാര്യമുണ്ട് ഈ സാധനമൊക്കെ. അപ്പോൾ ഇതിന് കൂടെ നമ്മൾ അച്ചാർ ഓർഡർ ചെയ്യാൻ മറക്കരുത് എൻ്റെ ചങ്ങാതി. സംഭവം വാട്സപ്പ് നമ്പർ കിടപ്പുണ്ട്. വാട്സപ്പിൽ ഹായ് എന്ന് വെതർ എൻ്റെ ചങ്ങാതി. പൊളി സാധനം കഴിക്കും. ഇതുപോലുള്ള കിടക്കാച്ചി സാധനങ്ങൾ. അവൻ ഏകദേശം മൂത്ത ഒരു പരുവത്തിലെങ്കിലും പച്ചമുളക് 2 കീറിയ 3 കീറിയ എടുത്തൊരു മറിച്ച ശേഷം അവനെയും ആ ചെറു ചൂടിലിട്ട് മൂപ്പിക്കുക. ഇപ്പം ഓവർ ചൂട് പാടില്ല, ചെറു ചൂടാണ് ഉണ്ടാവുള്ളൂ. ആ ചെറു ചൂടിലിട്ട് ഇങ്ങനെ ബീഫ് ആ ഉരുളിക്കകത്ത് കിടന്ന് ഇങ്ങനെ മൂക്കണം, ഡ്രൈ ആവണം. അവനങ്ങ് ഡ്രൈ ആവും തോറും ടേസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ലേശം കുരുമുളക് പൊടി ഇതിന് മുകളിലേക്ക് സ്റ്റൈലായിട്ട് ഇടുക. ഇനി കുരുമുളക് ചതച്ചായാലും കുഴപ്പമില്ല. പിന്നെ നമ്മുടെ ബീഫിൻ്റെ സ്പെഷ്യൽ ബീഫ് ഗരം മസാല കേട്ടോ. നമ്മുടെ സ്പെഷ്യൽ ബീഫ് ഗരം മസാലയാണ്. ഇതിന് മുകളിലേക്ക് ഇടുക. ഇത് വേണ്ടവരും നമ്മുടെ വാട്സപ്പ് നമ്പർ ഹായ് എന്ന് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് അറിയിച്ചിട്ട് ഈ സാധനം ഉണ്ടെങ്കിൽ ബീഫ് ഫ്രൈ എന്ന് പറയുന്നത് എൻ്റെ സംഭവം ഒരു രക്ഷയില്ല കേട്ടോ. ഇവനും കൂടെ ഇട്ട ശേഷം ഒരു ഇളക്കിളക്കും കേട്ടോ. എന്നിട്ട് ലേശം വെളിച്ചെണ്ണയും കൂടെ അതിന് മുകളിലേക്ക് ഒന്ന് തളിച്ചാൽ സംഭവം പൊളി കേട്ടോ. എൻ്റെ ചങ്ങാതിമാരെ ഒരു രക്ഷയില്ല കേട്ടോ. മസാല എന്നൊക്കെ പറഞ്ഞാൽ സ്പെഷ്യൽ മസാല ഈ സാധനം കേട്ടോ. എന്നിട്ട് ഇവനെ എല്ലാം കൂടെ അങ്ങ് ഇതുപോലെ സ്ലോ മോഷൻ മിക്സ് ചെയ്യുക. അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇളക്കി കൊടുക്കാമെന്ന് പറഞ്ഞത് കേട്ടോ. എന്നിട്ട് ആ വെളിച്ചെണ്ണയും കൂടെ ഇത് ഇട്ട് കൊടുക്കുക. ആ വെളിച്ചെണ്ണ നല്ല വെളിച്ചെണ്ണയും കൂടെ ആണെങ്കിൽ ഒരു രക്ഷയില്ല എൻ്റെ ചങ്ങാതി. ഓർത്തിട്ട് കൊതി വന്നിട്ട് രക്ഷയില്ല. എന്നിട്ട് ലാസ്റ്റ് സ്റ്റൈലിന് കരുവേപ്പിലയും കൂടെ ഇട്ട ശേഷം ലേശ ടൈമിൽ ഒന്ന് മൂടി വെക്കുക. അപ്പോൾ ബീഫ് ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. ആവി കയറിയിട്ട് സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ബീഫ് ഫ്രൈ എന്ന് പറഞ്ഞാൽ ഈ കളറും അതിൻ്റെ സോഫ്റ്റ്നെസ്സും കൂടെ ആയിക്കഴിഞ്ഞാൽ എൻ്റെ ചങ്ങാതി
വേറെ ഒരു സാധനം വേണ്ട. ഇതുപോലെ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് അഭിപ്രായം കമൻ്റായിട്ട് വാരി വിതറാൻ എൻ്റെ ചങ്ങാതിമാരെ മറക്കില്ല കേട്ടോ. കണ്ടൊരു കൊതിയാന്നില്ല. അപ്പോൾ ഉണ്ടാക്കി താർക്ക് കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് പൊളിച്ചടുക്കുക എൻ്റെ ചങ്ങാതി. എല്ലാവർക്കും വരാട്ടെ. എന്നിട്ട് നല്ല ചൂട് ചോറുണ്ടെങ്കിൽ ഇതേ ഇതുപോലെ ചൂട് ചോറെടുക്കുക. ആ ചൂട് ചോറിലേക്ക് ഇതേ ഇതുപോലെ കാച്ചിമോരുണ്ടെങ്കിൽ ലേശം കാച്ചിമോര് ഇത് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇങ്ങ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ബീഫ് ഫ്രൈ ഇതിൻ്റെ സൈഡിലേക്ക് ഇത് ഇതുപോലെ ഇങ്ങ് വെച്ചുക. എന്നിട്ട് ഇച്ചിരി അച്ചാറിൻ്റെ 2 പീസ് ഇച്ചിരി അരപ്പും കൂടെ വെച്ചിട്ട് ഇത് ഇതുപോലെ ഇങ്ങ് ഇളക്കി ഇളക്കി ഒരു പിടുത്തം പിടിച്ച സ്വർഗം മാമാ സ്വർഗം. ഇത് കൂടുതൽ സ്വർഗം എന്ത് കിട്ടുക. അപ്പോൾ ഒന്നും നോക്കണ്ട, ഉണ്ടാക്കി തകർത്തൊരു അഭിപ്രായം കമൻ്റായിട്ട് വാരി വിതറാൻ, അത് കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാനും മറക്കരുത് എൻ്റെ ചങ്ങാതിമാരെ.